ലോകത്തിനു മുന്നിൽ മറ്റൊരു അത്ഭുതം കൂടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യ. അടൽ സേതു. മുംബൈയിൽ കടലിനു മുകളിലൂടെ ഒരു അതിമനോഹര പാത. മുംബൈ നഗരത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ആവിഷ്കരിച്ച പദ്ധതി. അതിലപ്പുറം ലോകരാജ്യങ്ങളുടെ നിരയിലേക്കുയർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി. തെക്കൻ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് വെറും 20 മിനിറ്റ് കൊണ്ട് ഓടിയെത്താനാണ് പുതിയ കടൽപ്പാലം വഴിയൊരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം കൂടിയാണ് ഇത്. 21.8 കിലോമീറ്റർ ദൂരമാണ് കടലിന് മുകളിലൂടെ ഈ പാലം നീണ്ടുകിടക്കുന്നത്. റോഡ് മാർഗം സേവറി മുതൽ ചിർലെ വരെയുള്ള 52 കിലോമീറ്റർ യാത്രയാണ് അടൽ സേതു 21.8 കിലോമീറ്ററായി കുറയ്ക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗതാഗത പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിയാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഏതാണ്ട് 6 ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത്. അതായത് 1963 ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചത്. അമേരിക്കൻ കൺസൾട്ടൻസി സ്ഥാപനമായ വിൽബർ സ്മിത്ത് ആൻഡ് അസോസിയേറ്റ്സ് ആണ് ഇങ്ങനെയൊരു സാധ്യതയിലേക്ക് വെളിച്ചം വീശിയത്. പിന്നെ ഏതാണ്ട് 9 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. 1972 ഇങ്ങനെയൊരു കടൽപ്പാലം സാധ്യമാകുമോ എന്ന് മഹാരാഷ്ട്ര സർക്കാർ സർവേ നടത്തി. ഇത് 1978 ആവർത്തിച്ചു. മുംബൈയുടെ വികസനത്തിൽ നിർണായകമാണ് ഇങ്ങനെയൊരു പാത എന്ന നിഗമനത്തിൽ തന്നെയാണ് 2 സർവേകളും കലാശിച്ചത്. 2 കടൽ പാതകളാണ് അന്ന് നിർദ്ദേശിക്കപ്പെട്ടത്. ഒരു നോർത്തേൺ റൂട്ടും ഒരു സതേൺ റൂട്ടും. സേവറിയിൽ നിന്ന് നവി മുംബൈയിലേക്കുള്ള നോർത്തേൺ റൂട്ടിനെ കുറിച്ച് 1981 ഒരു സ്റ്റിയറിംഗ് ഗ്രൂപ്പും പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ നടപടികളൊന്നും മുന്നോട്ടു പോയിരുന്നില്ല. ഏതാണ്ട് 10 വർഷക്കാലം അങ്ങനെ പോയി. 1990കളുടെ അവസാനം മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോഴാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ ലഭിച്ചത്. പിന്നെയും കുറെ കാലം കാത്തിരുന്നു. 2017 വരെ ചർച്ചകളും സർവേകളും തുടർന്ന ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് ഉറപ്പായത്. ആ വർഷം നവംബറിൽ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് നിർമ്മാണ കരാർ നൽകിയതോടെയാണ് പദ്ധതിക്ക് ശരിക്കും ജീവൻ വെച്ചത്. ജപ്പാൻ സഹകരണത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. 80% തുക ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയും ബാക്കി 20% കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വഹിക്കുമെന്ന കരാറുമായി. പിന്നീട് വേഗത്തിലാണ് നിർമ്മാണം തുടങ്ങിയത്. ഇന്നുവരെ വേണ്ടിവന്നത് 4.5 വർഷക്കാലം. കോവിഡ് മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നേരത്തെ അടൽ സേതു പൂർത്തിയാകുമായിരുന്നു. ഏതാണ്ട് 8.5 മാസക്കാലം കോവിഡ് സമയത്ത് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. 18,000 കോടി രൂപയാണ് അടൽ സേതുവിന് ചെലവായത്. നിലവിൽ റോഡ് മാർഗം 2 മണിക്കൂറാണ് സേവറിയിൽ നിന്ന് നവി മുംബൈയിലേക്ക് എത്താൻ വേണ്ട സമയം. ഇനി കടൽ പാതയിലൂടെ വെറും 28 മിനിറ്റ് കൊണ്ട് ഈ ദൂരം താണ്ടാൻ കഴിയും. ഒരു ദിവസം 70,000 വാഹനങ്ങൾക്കാണ് ഈ പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുക. 6 വരികളിലായി 22 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പാതയിൽ 16.5 കിലോമീറ്റർ ദൂരമാണ് കടലിന് മുകളിലൂടെ ഉള്ളത്. ബാക്കി 5.5 കിലോമീറ്റർ കരയിലാണ്. ടോൾ പിരിക്കാൻ ഈ പാതയിൽ ടോൾ ബൂത്ത് ഉണ്ടാകില്ല. പകരം കടന്നുപോകുന്ന വാഹനങ്ങളെ തിരിച്ചറിഞ്ഞ് തുക പിരിക്കുന്ന ഇലക്ട്രോണിക് കളക്ഷൻ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലത്തിലൂടെ ഒരു ദിശയിലേക്ക് പോകാൻ 250 രൂപയാണ് തുക നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥിരം യാത്രക്കാർക്ക് പാസ് നൽകും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് നവി മുംബൈയിലേക്കും മികച്ച കണക്ടിവിറ്റിയാണ് അടൽ സേതു നൽകുന്നത്. നവി മുംബൈയിൽ നിന്ന് മുംബൈ പൂനെ എക്സ്പ്രസ് വേ, JNPT പോർട്ട്, മുംബൈ ഗോവ ഹൈവേ എന്നിവിടങ്ങളിലേക്കും അടൽ സേതു വഴി വേഗത്തിൽ എത്താം. ഗതാഗതക്കുരുക്കില്ലാതെ ഈ പാലത്തിലൂടെയുള്ള യാത്ര വഴി പ്രതിവർഷം 10 ബില്യൺ ലിറ്റർ ഇന്ധന ലാഭമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. യാത്രയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിർബന്ധമായും പാലിക്കേണ്ടതാണ്. 4 വീലറുകളുടെ പരമാവധി വേഗം 100 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ബൈക്കുകളും ഓട്ടോറിക്ഷകളും ട്രാക്ടറുകളും പാലത്തിലൂടെ അനുവദിക്കില്ല. പാലത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും
വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററായി പരിമിതപ്പെടുത്തുമെന്നും നിർദ്ദേശമുണ്ട്. മൾട്ടി ആക്സിൽ ഹെവി വാഹനങ്ങൾ, ട്രക്കുകൾ, മുംബൈ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ എന്നിവയ്ക്ക് ഈസ്റ്റേൺ ഫ്രീവേയിൽ പ്രവേശനം ഉണ്ടാകില്ല. അപകടങ്ങളും പൊതുജനങ്ങൾക്ക് മറ്റ് തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനാണ് മുംബൈ പോലീസ് വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു.